إلى حضرة شيخنا وحبيبنا وقدوتنا وملاذنا الشيخ محمد القادري الجشتجاديري قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ 10 എല്ലാവർക്കും അറിയുന്നത് പോലെ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന 10ആണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ എന്നുള്ളത് മഹത്വത്തിൻ്റെ രാവ്, കണക്കാക്കലിൻ്റെ രാവ്. ഏത് രീതിയിൽ പറഞ്ഞാലും പരിശുദ്ധമായ ഒരു രാത്രിയാണത്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പവിത്രതയുള്ള മാസമാണ്, ശ്രേഷ്ഠതയുള്ള മാസമാണ്. ആ രാത്രിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മഹാന്മാരായ ആരിഫീങ്ങൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു വച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനരായ ഷേഖ് അബൂ ത്വാലിബ് അൽ മക്കി റഹിമഹുല്ലാഹ് തൻ്റെ ഖൂത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ട്, ഖാല ബഅ്ദുൽ ഉലമാഇ, പണ്ഡിതന്മാരിൽ ഏതാനും പണ്ഡിതന്മാർ പറഞ്ഞത്, കുല്ലു ലൈലത്തിൽ ലിൽ ആരിഫി ലൈലത്തുൽ ഖദ്രി, ആരിഫായ അല്ലാഹുവിനെ അറിഞ്ഞ ജ്ഞാനിയായ ആരിഫ്, ആ ആരിഫിൻ്റെ എല്ലാ രാത്രിയും, റമളാൻ മാസത്തിലുള്ള രാത്രിയും റമളാനേതര മാസങ്ങളിലുള്ള രാത്രിയും, ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു വരുന്ന ഓരോ രാത്രിയും ലൈലത്തുൽ ഖദർ ആകുന്നു. എങ്ങനെയാണ് ലൈലത്തുൽ ഖദർ ആകുന്നത് എന്നുള്ളത് മഹാനരായ ഇബ്നു അജീബ അൽ ഹസനിയു റഹിമഹുല്ലാഹ് തഫ്സീർ അൽ ബഹ്റുൽ മദീദ് എന്ന ഗ്രന്ഥത്തിലൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഖദറിൻ്റെ വിശദീകരണം മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിൻ്റെ തഫ്സീർ നൽകിയതിന് ശേഷം ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് മഹാന്മാരായ ആരിഫീങ്ങളുടെ കാഴ്ചപ്പാട്, ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അഹ്ലുൽ ഖുലൂബി മിനൽ ആരിഫീന, ഹൃദയത്തിൻ്റെ ഉടമകളായ ആരിഫീങ്ങൾ, അൽ ഔഖാതു കുല്ലുഹാ ഇൻദഹും ലൈലത്തുൽ ഖദ്രി. നേരത്തെ നമ്മൾ പറഞ്ഞത്, പണ്ഡിതന്മാരിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ആരിഫായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദറാണ് എന്ന് പറഞ്ഞുവെങ്കിൽ, മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ആരിഫിൻ്റെ എല്ലാ സമയവും ലൈലത്തുൽ ഖദറാണ്. അത് അതിനേക്കാൾ വിശാലമായ
അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന ഒരു വാചകമാണത്. എല്ലാ സമയവും വഖത്ത്, അത് രാവാകട്ടെ പകലാകട്ടെ ഏത് സമയമാണെങ്കിലും സമയം എന്നുള്ള ഒരു കോർവയിൽ വരുന്ന ഓരോ സമയവും അവരെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ ആകുന്നു. അതുമാത്രമല്ല, വൽ അമാകിനു ഇൻദഹും കുല്ലുഹാ അറഫാത്ത്, സ്ഥലങ്ങളൊക്കെ ഏതൊരു പ്രദേശമുണ്ടോ, ഒരു സ്ഥലമുണ്ടോ, ആ സ്ഥലമൊക്കെ അവർക്ക് അറഫയാകുന്നു. പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അറഫയിൽ രാപ്പാർക്കുന്നതും നിൽക്കുന്നതും അൽ വുഖൂഫു ബി അറഫ വളരെ പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ഒരു കർമ്മമാണ്. ഹജ്ജിൽ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, മഹാന്മാരായ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലവും പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലെ അറഫക്ക് തുല്യമായ സ്ഥലത്തിൻ്റെ മഹത്വമാണ് അവർക്കുള്ളത്. വൽ അയ്യാമു കുല്ലുഹാ ജുമുആത്തുൻ, എല്ലാ ദിവസങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ദിവസമാകുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സമയങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറാണ്. സ്ഥലങ്ങൾ, അത് ഏത് സ്ഥലമായാലും ആ സ്ഥലമെല്ലാം അറഫയാകുന്നു. ദിവസം, അത് ഏത് ദിവസമായാലും ജുമുഅയാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയങ്ങളൊക്കെ ലൈലത്തുൽ ഖദറാകുന്നത്, അവരുടെ സ്ഥലങ്ങളൊക്കെ അറഫയാകുന്നത്, ദിവസമൊക്കെ ജുമുഅ ദിവസമാകുന്നത് എന്തുകൊണ്ട്? ലിഅന്നൽ മഖ്സൂദ മിൻ തഅളീമിസ് സമാനി വൽ മകാനി ഹുവ ഇഅ്തിബാറു മാ യഖഉ ഫീഹി മിനത് തഖരീബി വൽ കശ്ഫി വൽ ഇയാൻ. ഒരു സമയം അതിന് മഹത്വമേറുന്നത്, ഒരു സ്ഥലം അത് മഹത്വമുള്ളതായി മാറുന്നത്, പവിത്രതയുള്ളതായി മാറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ സ്ഥലത്തിൽ അല്ലെങ്കിൽ ആ നിശ്ചിതമായ സമയത്ത് സംഭവിക്കുന്ന അള്ളാഹുവിനോടുള്ള അടുപ്പമാണ്. തഖരീബ്, അറഫയിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ പരിഗണന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നു, അള്ളാഹുവിനോടുള്ള അടുപ്പം കിട്ടുന്നു. അതുപോലെ ജുമുഅ ദിവസവും അതുപോലെ തന്നെയാണ്. ലൈലത്തുൽ ഖദറും എന്തുകൊണ്ട് ലൈലത്തുൽ ഖദറായി? ആ ദിവസത്തെ ആരാധനകൾക്ക് അത്രയേറെ പുണ്യമുള്ളതാണ്. അവിടെ സംഭവിക്കുന്ന അടുപ്പം, അള്ളാഹുവിനോടുള്ള സാമീപ്യം അത്രക്കുമേൽ അധികമായി വരുന്നു. അതുപോലെ വൽ കശ്ഫി, മറഞ്ഞ അറിവുകളെ കുറിച്ചിട്ടുള്ള ലദുന്നിയായ ഇൽമുകൾ കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകളെ ദർശിക്കാനൊക്കെ കഴിയുന്ന ഒരു പ്രത്യേകമായി അള്ളാഹു പ്രത്യേക പരിഗണന നൽകുന്ന സമയവും കാലവുമാണ്, ദിവസവുമാണ് ജുമുഅയും അറഫയും ലൈലത്തുൽ ഖദ്റും എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമയം അതല്ലെങ്കിൽ ഒരു ദിവസം പവിത്രമാകുന്നതിന് മാനദണ്ഡമാക്കപ്പെടുന്നത്. മഹാന്മാരായ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലൗഖാതു വല്ലമാകിനു ഇൻദൽ ആരിഫീന കുല്ലുഹാ സവാഉൻ ഫീ ഹാദൽ മഅന. ഈ ഒരു മാന വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള കാഴ്ചയിലും തിരുദർശനത്തിലും കശ്ഫിലും ഒളിവിലും സാമീപ്യത്തിലും ഒക്കെയായി എല്ലാ സമയവും അവർ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് അറഫ എന്ന ഒരു സമയം പ്രത്യേകമായിട്ട് സ്ഥലമായി പരിഗണിക്കേണ്ട. ഈ കശ്ഫ് കിട്ടാൻ, ഈ ദർശനം കിട്ടാൻ, ഈ സാമീപ്യം കിട്ടാൻ. അതുപോലെ സമയം, ഒരു ലൈലത്തുൽ ഖദർ
ആ രാത്രി അവരിൽ വന്നണയണമെന്നില്ല ഈ ഒരു കശ്ഫ് കിട്ടാൻ, അല്ലെങ്കിൽ അടുപ്പം കിട്ടാൻ, സാമീപ്യം ലഭിക്കാൻ, ദർശനം ലഭിക്കാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥലമായാലും കാലമായാലും ദിവസമായാലും പ്രത്യേകമാക്കപ്പെട്ട ദിവസത്തിൽ ലഭിക്കുന്ന അതേ മഹത്വം അവരിൽ എല്ലാ ഇടങ്ങളിലും, സ്ഥലങ്ങളിലും, സമയങ്ങളിലും, ദിവസങ്ങളിലും വന്നു ചേരുന്നത് കൊണ്ടാണ് മഹാന്മാരായ ആരിഫീങ്ങൾക്ക് ഈ രീതിയിൽ എല്ലാ സമയത്തെയും ലൈലത്തുൽ ഖദറാക്കി മാറ്റാൻ കഴിയുന്നത്. എല്ലാ സമയത്തെയും എല്ലാ സ്ഥലങ്ങളെയും അറഫയാക്കി മാറ്റാൻ കഴിയുന്നത്, എല്ലാ ദിവസത്തെയും ജുമഅയാക്കി മാറ്റാൻ കഴിയുന്നത്. ലൗലാ ശുഹൂദു ജമാലികും ഫീ ദാതി മാ കുൻതു അർളാ സഅതം ബിഹയാതി. ലൗലാ ശുഹൂദ് ജമാലിക്കും, നിങ്ങളുടെ സൗന്ദര്യ ദർശനം എന്നിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, മാ കുൻതു അർളാ സഅതം ബിഹയാതി, എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷവും വന്നു ചേരുന്നത് ഞാൻ തൃപ്തിയോടെ അഭിമുഖീകരിക്കുകയില്ല. മാ ലൈലത്തുൽ ഖദ്രിൽ മുഅല്ലമി ശഅനുഹാ ഇല്ലാ ഇദാ അമറത് ബികും ഔഖാതി. ലൈലത്തുൽ ഖദറിന്റെ മഹത്വമേറിയ ദിവസം, അത് എൻ്റെ സമയം അത് സമ്പന്നമാകുന്നു എന്നതുകൊണ്ടാണ് അതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത്. അതിന് ഞാൻ ആരാധനയിലും അള്ളാഹുവിൻ്റെയും മശായിഖന്മാരുടെയും തിരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഓർമ്മയിലായി എൻ്റെ സമയം അത് സജീവമാകുന്നത് കൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് അതിൻ്റെ മഹത്വം വന്നു ചേരുന്നത്. ഇന്നൽ മുഹിബ്ബ ഇദാ തമക്കന ഫിൽ ഹവാ വൽ ഹുബ്ബു ലം യഹ്തജ് ഇലാ മീഖാതി. പ്രേമിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രേമത്തിൽ അവൻ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹത്തിന് ഒരു സമയത്തിൻ്റെ ആവശ്യം വരില്ല. എപ്പോഴും അതുണ്ടാകും. ഒരു മീഖാത്തിൻ്റെ ആവശ്യമില്ല. സ്നേഹത്തെ പൊട്ടിമുളക്കാൻ പുതിയതായ ഒരു കാലമോ ഒരു സ്ഥലമോ അവന് ആവശ്യമുണ്ടാവുകയില്ല. കുല്ലുൽ ലയാലി ലൈലത്തുൽ ഖദ്രിൻ ബദാ കമാ കുല്ലുൽ അയ്യാമിൽ ലിഖാ യൗമുൽ ജുമുഅതി. അള്ളാഹുവിനെ വെളിപ്പെട്ട് കിട്ടുന്ന ഏത് സമയവും അതൊക്കെ ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്. ആ കൂടിക്കാഴ്ചയുടെ ദിവസങ്ങൾ വന്നു ചേരുന്നതൊക്കെ ആ ദിവസമൊക്കെ ജുമുഅയുടെ ദിവസവുമാണ്. വസഅയുല്ലഹു ഹജ്ജും ബിഹി കുല്ലു വഖഫത്തിൻ. അതിനു വേണ്ടിയുള്ള പ്രയാണം നടത്തുന്നത്, ആ ലിഖായിന് വേണ്ടി, കണ്ടുമുട്ടുന്നതിന് വേണ്ടി, തിരുദർശനത്തിന് വേണ്ടി ഓടിക്കളിക്കുന്ന, അതല്ലെങ്കിൽ സഞ്ചരിക്കുന്ന, പ്രയാണം ചെയ്യുന്ന എല്ലാ സഅയും പ്രയാണവും ഹജ്ജ് തന്നെയാണ്. അവിടുത്തെ കവാടത്തിൽ നിൽക്കുന്ന ഓരോ നിൽപ്പും അത് അറഫയിലെ നിൽക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ ഒരു സൂഫിയായ ഒരു കവി പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. മഹാനരായ അശ്ശൈഖ് അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ വാക്കാണ് ലൈലത്തുൽ ഖദറിനെ പറ്റി സൂഫിയാക്കൾ പറഞ്ഞ വാക്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. മഹാനവറുകൾ പറഞ്ഞു, നഹ്നു അൽഹംദുലില്ലാ, ഞങ്ങൾ ആരിഫീങ്ങൾ അള്ളാഹുവിൻ്റെ സ്തുതിയാൽ ഔഖാത്തുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദ്രി, ഞങ്ങളുടെ സമയങ്ങളൊക്കെ ലൈലത്തുൽ ഖദ്ർ ആകുന്നു. ലിഅന്ന ഇബാദതഹും കുല്ലുഹാ ഖൽബിയ്യത്തുൻ,
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് മഹാന്മാരായ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയങ്ങൾ മുഴുവനും ലൈലത്തുൽ ഖദറാകുന്നു എന്നുള്ളതിന് മഹാനരായ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞത്, ആരിഫീങ്ങളായ ആളുകളാണെങ്കിൽ അവരുടെ ആരാധനകൾ മുഴുവനും ഖൽബിയ്യത്തുൻ, ഹൃദയം കൊണ്ടുള്ളതാകുന്നു. ബൈന ഫിക്രത്തിൻ വഅ്തിബാരിൻ, ചിന്ത കൊണ്ടും നിരീക്ഷണം കൊണ്ടും ദർശനം കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും ഉണ്ടാകുന്ന ആരാധനകളാണ് അവരുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഓരോ ആരാധനയും. അതുകൊണ്ടാണ് അവരുടെ ഓരോ സമയവും ലൈലത്തുൽ ഖദറായി മാറുന്നത്. അതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവിധ തരത്തിൽ പറഞ്ഞ ഹദീസ് പറഞ്ഞത്. വഫിക്റത്തു സാഅത്തിൻ അഫ്ളലു മിൻ ഇബാദത്തി 70 സന. ഒരു നേരത്തെ ചിന്ത 70 വർഷത്തെ ആരാധനയേക്കാൾ പുണ്യമാണ്. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 1000 സന, തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സഖലൈനി. മനുഷ്യവർഗവും ജിന്നുവർഗവും ചെയ്ത ആരാധനകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠത നിറഞ്ഞതാണ് ഒരു നേരത്തെ തഫക്കുർ എന്ന് പറയുന്നത്. 1000 വർഷത്തേക്കാൾ പുണ്യമാണ് എന്ന് പറയുന്നു. അതല്ല, 70 വർഷത്തേക്കാൾ പുണ്യമാണ് എന്ന് പറഞ്ഞു. അതിലും കടന്നു പറഞ്ഞതാണ്, മനുഷ്യവർഗവും ജിന്നുവർഗവും ഒക്കെ ചേർന്ന് ചെയ്ത ആരാധനകളൊക്കെ എടുത്ത് പരിശോധിച്ചാലും ഒരു നേരത്തെ ചിന്ത, തഫക്കുർ, അതിനാണ് പുണ്യമുള്ളത് എന്ന്. അപ്പൊ ഈ തഫക്കുർ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹാന്മാരായ ആളുകൾക്കൊക്കെ അവരുടെ സമയങ്ങളൊക്കെ ലൈലത്തുൽ ഖദറാക്കി മാറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായി അവര് കണ്ടെത്തിയ മാർഗം അവരുടെ ആരാധനകളൊക്കെ ഹൃദയബന്ധിതമാക്കി എന്നുള്ളതാണ്. ചിന്തയുടെയും ശുഹൂദിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ആരാധനകളായി അവർ റൂഹിലേക്കും ഖൽബിലേക്കും ഇറക്കിയുള്ള ആരാധനകൾ ചെയ്തു എന്നതുകൊണ്ടാണ് അവരുടേത് ലൈലത്തുൽ ഖദറായി മാറിയത്. അതുകൊണ്ട് മഹാന്മാരുടെ അതേ പാത പിന്തുടർന്ന് സമയങ്ങളൊക്കെ ലൈലത്തുൽ ഖദറാക്കി മാറ്റണമെങ്കിൽ നമ്മൾ അവരുടെ പാത, അവരുടെ വഴിയെ നമ്മളും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. മഹാനരായ സൈനുദ്ദീൻ അൽ മഖ്ദൂം തങ്ങളുപ്പാപ്പ ഹിദായത്തുൽ അദ്കിയ എന്ന് പറയുന്ന തൻ്റെ ഗ്രന്ഥം, മഹാനവർകൾ ആ ഗ്രന്ഥം എഴുതിയതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിദായത്തുൽ അദ്കിയ എന്നുള്ള ഒരു മഹത്തായ ഗ്രന്ഥം കേരളത്തെ പഠിപ്പിച്ചത്? അതിൽ മഹാനവറുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഖൽബിയായ ദിക്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓരോ സമയവും ലൈലത്തുൽ ഖദറായി മാറിയത് മഹാന്മാരായ ആരിഫീങ്ങളുടേത് അവരുടെ ആരാധനകൾ മുഴുവനും ഖൽബിയായ ആരാധനയായി എന്നതുകൊണ്ടാണ്. 188ഓളം വരികൾ മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതി. ആ എഴുതിയ വരികളിൽ അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചത് ഖൽബിയായ ദിക്റാണ്. അൻ അഫ്ളലത്ത്വാഅതി ലില്ലാഹിൽ ഉലാ ഹിഫ്ളുൽ ലിഅൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദുഖൂലുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖല. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മഹാനവറുകൾ തസവുഫിന്റെ മേഖലയിൽ ഷെയ്ഖിനെ പിടിച്ച മുറബ്ബിയായ മശായിഖിനെ പിന്തുടർന്ന ഒരു മഹാനാണ്. മഹാനവറുകള് ഒരു ഘട്ടത്തില് കമാ ഹുക്കിയ നാദിമു കാന മുതറദ്ദിദൻ ഫീമാ യസ്തഗിലു ബിഹി മിനൽ ഉലൂമി, അറിവിന്റെ പാരാവാരം പോലെ കേരളക്കാരക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ, ദീനിനെ എത്തിച്ചു കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചവരാണ് മഖ്ദൂം കുടുംബം. അതിലെ പ്രധാന തലയെടുപ്പുള്ള മഹാനരാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ.
മഹാനവറുകൾ പോലും ഒരു വേളയിൽ ആലോചിച്ചു പോയി, ഇൽമ് അറിവിൻ്റെ മേഖലകൾ പലതാണ്. ഫിഖ്ഹുണ്ട്, ഹദീസുണ്ട്, തസവുഫുണ്ട്, ഇങ്ങനെ പല ഇൽമുൽ കലാമുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള അറിവുകളുണ്ട്. ഈ അറിവുകളിൽ ഏത് അറിവിലാണ് താൻ ജീവിക്കേണ്ടത് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ മഹാൻ സംശയത്തോടുകൂടെ ആലോചിച്ചു നിന്ന സന്ദർഭത്തിൽ അവാരിഫുൽ മആരിഫ് പോലത്തെ തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളെ അതിൽ മുഴുകി ജീവിക്കണോ, അതല്ല ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് ജീവിക്കലാണോ ഉത്തമമായിട്ടുള്ളത് എന്ന ഒരു ചിന്തയിൽ, ഒരു ആശങ്കയിൽ, ആകുലതയിൽ മഹാനവറുകൾ കടന്നുറങ്ങിയപ്പോൾ ഫറഅ ഫിൽ മനാമി ലൈലത്തൽ അർബിആ, മഹാനവറുകൾ ഒരു സ്വപ്ന ദർശനമുണ്ടാവുകയാണ്. അതിൻ്റെ തീയതി അടക്കം പറയുന്നുണ്ട്. ആ സ്വപ്നത്തിൽ മഹാനവറുകൾ ഖായിലൻ യഖൂലു, ഒരാൾ പറയാണ്, ഇന്ന തസവ്വുഫ ഔലാ ബിൽ ഇസ്തിഗാലി. ഒരാൾ ഇങ്ങനെ പറയുന്നത് പോലെയാണ് കേൾക്കുന്നത്. ആ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: തസവുഫാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ജീവിതത്തിൽ പുലർത്തിപ്പോകാനും ഏറ്റവും നല്ലത്. ഫൈന്ന സാബിഹ മിനൽ മാഇൽ ജാരി, ഒരു ഒഴുകുന്ന വെള്ളത്തിലൂടെ ഒരാൾ നീന്തി അക്കരെ കടക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നേരെ കുത്തനെ നീന്തി അക്കരെ കടക്കുകയില്ല. നേരെ മറിച്ച് കുറച്ച് മുകളിലേക്ക് പോയി ഒഴുക്കിൽ എതിരെ നീന്തി അങ്ങനെ ലക്ഷ്യം പ്രാപിക്കുകയാണ് ചെയ്യുക. അതല്ല നേരെ കുറുകെ കടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയുകയില്ല എന്നും ആ വാക്ക് പറഞ്ഞ ആള് പറയുന്നുണ്ട്. ഈ കാഴ്ച കണ്ടപ്പോൾ മഹാനവറുകൾ മനസ്സിലാക്കി, ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കുന്ന ഒരേ ഇൽമ് അത് തസവുഫിൻ്റെ ഇൽമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ 188 വരികൾ വരുന്ന ഈ ഹിദായത്തുൽ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം മഹാനവറുകൾ എഴുതുന്നത്. മൻ റാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയാ ഫൽയഹ്ഫദൻ ഹാദൽ വസായാ ആമിലാ. ഔലിയാക്കളുടെ വഴിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 9ഓളം വസീയത്തുകൾ മഹാനവറുകൾ പറഞ്ഞു. ഈ വസീയത്തുകളെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് തസവുഫിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ പറഞ്ഞ മഹാന്മാരായ ആരിഫീങ്ങളൊക്കെ അവരുടെ സമയങ്ങളെയൊക്കെ ലൈലത്തുൽ ഖദറാക്ക് മാറ്റിയ ഖൽബിയായ ഇബാദത്ത്, ആ ഇബാദത്തിനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ അതും പറഞ്ഞത്. ഒരു മനുഷ്യന് അന്ന അഫ്ളല ത്വാഅതി ലില്ലാഹിൽ ഉല, അല്ലാഹുവിന് വേണ്ടി ത്വാഅത്തുകൾ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഏരിയയാണ്. പലതും ത്വാഅത്തിൽ പെടും. അതിൽ ഏറ്റവും സെലക്റ്റീവായിട്ട് അഫ്ളൽ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹിഫ്ളുൽ അൻഫാസിൻ, ശ്വാസത്തെ സൂക്ഷിക്കുക. എന്നിട്ട് അതിൻ്റെ കൈഫിയത്ത്, രീതിയെക്കുറിച്ച് മഹാനവറുകൾ വിശദമായി പറഞ്ഞു. ബിശദ്ദി സുമ്മൽ മദ്ദി തഹ്തു സുമ്മ ഫൗ സിഫത്തിൻ മഅ ബർസഖിൻ ഫസ്തക്മിലാ. ആദ്യം അല്ലാഹ് എന്നുള്ള ദിക്റിനെ കുറിച്ച് പറഞ്ഞ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അവിടെ ചേർത്തി പറഞ്ഞ ഒരു കാര്യം മഅ ബർസഖിൻ, അവിടെ ദിക്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസത്തിൽ ദിക്റ് ചെയ്യുമ്പോൾ അവിടെ കൂടെ ചേർത്തി വെക്കേണ്ടത് മഅ ബർസഖിൻ, തനിക്ക് ദിക്റ് തന്ന മുർഷിദായ മുറബ്ബിയായ ഗുരു ആരാണോ അവരെയും കൂടി ദിക്റിൽ ഓർത്തു വെക്കണം.
മഅ ബർസഖിൻ എന്നുള്ളതിൻ്റെ വിശദീകരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മഅ ബർസഖിൻ, മുർഷിദായ വലിയനെ ഓർത്തുകൊണ്ട് ദിക്റ് ചെയ്യണം എന്നുള്ളത്. ഫസ്തക്മില ഔ ദിക്രി തഹ്ലീലിൻ വദദ്ദിക്റുൽ ഖഫി മിൻ ഗൈരി തഹരീകി ശിഫാഹി തദാവല. ഒന്നുകിൽ അല്ലാഹ് എന്ന ദിക്റ്, അല്ലെങ്കിൽ തഹ്ലീലിൻ്റെ ദിക്റ്. ഈ ദിക്റിന് പറയുന്ന പേര് വദദ്ദിക്റുൽ ഖഫിയു, ഖഫിയായ ദിക്റാകുന്നു. ദിക്റുകൾ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ മഹാനവറുകൾ അന്ന അഫ്ളല ത്വാഅത്തി ലില്ലാഹിൽ ഉലാ എന്നതെണ്ണി പറഞ്ഞത് ദിക്റുൽ ഖഫിയിനെയാണ് പറഞ്ഞത്. അത് തന്നെ മിൻ ഗൈരി തഹരീകി ശിഫാഹി തദാവല, ചുണ്ടുകൾ ചലിപ്പിക്കാതെ, നാവിനോ ചുണ്ടിനോ സ്വാധീനമില്ലാതെ ഒരു ഗുരുമുഖത്ത് നിന്ന് സ്വീകരിച്ചുകൊണ്ട് ആ ഗുരുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് മഹാനവറുകൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എന്നിട്ട് മഹാനവറുകൾ ഇങ്ങനെയാണ് അതിനെ അവസാനിപ്പിച്ചത്. ആ വരികൾ അത് വിശദമായിട്ട് പറഞ്ഞു. ആ ദിക്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ട് പറഞ്ഞു. ഹാദല്ലദീ ഔസശ്ശുയൂഖുൽ കുമ്മലൂ അല്ലാഹു വഫഖനാ ലഹു മുതഫദ്ദിലാ. ഇത് സമ്പൂർണത നേടിയ മശായിഖന്മാർ നിർദ്ദേശിച്ച നിർദ്ദേശമാകുന്നു. അവരുടെ വസിയത്താണിത്. അപ്പോൾ ഒരു ഷെയ്ഖിനെ പിടിക്കണമെന്നും ആ ഷെയ്ഖിലൂടെയാണ് കൽബിയായ ദിക്ർ നേടിയെടുക്കേണ്ടത് എന്നും മഹാനവറുകൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ ഈ 188ഓളം വരികൾ വരുന്ന ഹിദായത്തുൽ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അവസാനിപ്പിച്ചത്. മഹാന്മാരായ ആരിഫീങ്ങൾ അവരുടെ സമയങ്ങളെയൊക്കെ ലൈലത്തുൽ ഖദറാക്കി മാറ്റുന്നതിൽ കൽബിയായ ദിക്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിക്റിൻ്റെ വഴിയെ സഞ്ചരിച്ച് നമ്മളുടെ എല്ലാമെല്ലാമായ നമ്മളുടെ ഉപ്പാപ്പയുടെ കാൽപാദത്തിലായി ആ ദിക്റിലായി നമ്മൾ ഉറച്ചു നിൽക്കുക. അല്ലാഹു അതിന് നമ്മൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലെത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു അതിനുള്ള എളുപ്പവഴി ഒരുക്കി കൊടുക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.